നിങ്ങളുടെ സ്വന്തം വിജേശ്വരൻ. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ചെന്നൈ ബീച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടും അത് അവതരിപ്പിക്കാനും അല്ല. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ക്രിസ്മസ് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ മെരി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. എൻ്റെ കൂടെ 5 സുന്ദരികളുണ്ട്. സുന്ദരികൾ ഇവിടെ എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓ മൈ ഗോഡ്, ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അവര് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ. അതെ, അപ്പൊ ഇത് അല്ലേ, എക്സാക്ട്ലി അതുപോലെ. അപ്പൊ ഞാൻ ഈ ഒരു ഡയറക്ഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത് ഇത്രയും നല്ല ഭംഗിയായിട്ട് വരില്ലായിരുന്നു അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബലൂൺസ് ഒക്കെ ഇടാൻ. അതൊക്കെ വെരി ഗുഡ്, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാം സമ്മതിച്ചു കൊടുക്കുവാണോ ലക്ഷ്മി പറയുന്നത്? ലക്ഷ്മി നമ്മുടെ കസേരയിൽ ഇരിക്കൂ, ഞങ്ങൾ തീരുമാനിക്കാം തന്ന പോലെയാണോ ഞങ്ങൾ ചെയ്തതാണോ എന്നുള്ളത് തീരുമാനിക്കാം. സിമിമോൾ ഏതായാലും ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. സിമിമോൾ കൂടെ 2 ആന്റിനാസും കൊണ്ടുവന്നിട്ടുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ഒരുപാട് റേഞ്ച് ഇല്ല. ഒന്ന് ചിരിക്കുക, എല്ലാവരും ഒന്ന് ചിരിച്ച പ്ലീസ്. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ്. നമ്മളെ ഇവിടെ ബാക്കിൽ നിർത്തിയ സമയത്ത് ലക്ഷ്മി തന്ന ഇൻട്രോയിൽ എന്താ പറഞ്ഞറിയോ, പുള്ളിക്കാരി പറഞ്ഞ പോലെയാണ്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ചെയ്തതാ. കുഴപ്പമില്ല, നമ്മളെല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഒരു ഭാഗമായിരുന്നു. പറഞ്ഞു അതിസുന്ദരിയാണ് ഞങ്ങളോട് ഇരിക്കുന്നത്. താങ്ക് യു. അല്ലല്ല, ഒരു മിനിറ്റ് ഇങ്ങനെ പറയാൻ പറഞ്ഞല്ലേ. എനിക്ക് ഞാൻ പറയട്ടെ, എന്താ പറയാ, നല്ല വയറ് നിറച്ചും ചോറും തന്ന് നെഞ്ചത്തോട് ഒരു ചവിട്ടും തരിക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള പരിപാടിയായിരുന്നത്. ഏതായാലും ഐ അക്സെപ്റ്റ്, നോ പ്രോബ്ലം. അതെ, ക്രിസ്മസ് ആഘോഷങ്ങൾ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവരൊക്കെ ആരാണെന്ന്. എന്നാലും ഞാനൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നു. ആദ്യം തന്നെ വി ഹാവ് ആ വെരി ബ്യൂട്ടിഫുൾ നമ്മുടെ സുന്ദരിയായ അതിരൗഷ അവിടെ A&M എക്സ്പ്രസ് അവതരിപ്പിക്കുന്നതാണ്. ആൻഡ് ഇപ്പൊ എത്രയായി അതിര A&M എക്സ്പ്രസ്? എത്ര വേഗമല്ലേ പെട്ടെന്ന്. ഇറ്റ് വാസ് ലൈക്ക് എനിവേസ്. അപ്പോ അതിനെ കുറിച്ച് വിശേഷങ്ങൾ നമുക്ക് ഇനിയും അറിയാം. അപ്പോ അത് കഴിഞ്ഞ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് സിമിമോൾ. ആൻഡ് സിമിമോൾ എനിക്ക് തോന്നുന്നത് മുരുകേഷ് പോയ ആ ഒരു സമയത്ത് വന്നതാണ്. ആൻഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടിയെടുത്ത് ഇപ്പോ ഒരു പുതിയതായൊരു ഷോ വരുന്നുണ്ട്. ഷോയിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് അല്ലേ. പക്ഷെ ഒരു പുതിയൊരു ഷോന്റെ കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഇസ് അവർ ഗോർജിയസ് സിമിമോൾ. അത് കഴിഞ്ഞ നമ്മുടെ ആര്യ ഹൂ ഇസ് ഹോസ്റ്റിംഗ് ഫോർ നമ്മുടെ പെറ്റൽസ് എന്ന് പറഞ്ഞ ഷോ. അപ്പൊ ആര്യ, ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ ഇവിടെ? More than 6 months ആയല്ലേ? Almost 6 months. Wow, that is also a long time. And നമ്മുടെ ആര്യയുടെ കൂടെ തന്നെ മയൂര is also there, and മയൂര is also hosting on നമ്മുടെ പെറ്റൽസ് എന്ന് പറഞ്ഞ ഷോ. ആൻഡ് എനിക്ക് തോന്നുന്നു മയൂരയ്ക്ക് ഇപ്പോൾ it has not been very long. Yeah, just 2 or 3 months. But you're enjoying, right? Yeah, rocking. Okay. And then we have നമ്മളുടെ അടുത്ത സുന്ദരി അശ്വതി. അപ്പൊ അശ്വതിയുടെ ഷോ മാത്രം, അശ്വതി എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷോ ആണ്. എന്റർടൈൻമെന്റിനെക്കാട്ടിലും കുറച്ച് ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു ഷോ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷോ ആണ്. അതെ, അപ്പൊ അതും കൂടെ പറഞ്ഞിരുന്നു. സോ ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ 5 സുന്ദരികൾ. ആൻഡ് ഇന്നിപ്പോ എല്ലാവരും കൂടിയിട്ട് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പരിചയപ്പെടുന്നത് ലക്ഷ്മി is our anchor who's anchoring Chennai Beats. മലയാളിയായിട്ടും ചെന്നൈയിൽ തമിഴില് എന്താ പറയുക കടുവിറക്കുന്ന. അതെ, അങ്ങനെയൊക്കെ പറയും ചിലവര്. ഹിന്ദി പറയുന്നു. ഞാൻ തെറ്റിദ്ധരിച്ചു, ഞാനൊരു തമിഴത്തിയാണ് ലക്ഷ്മി. അതെ, ലാസ്റ്റ് ടൈം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ആതിര എന്തോ നിങ്ങളുടെ തമിഴ്നാട്ടിൽ അങ്ങനെ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ ആതിര, ഞാൻ തമിഴ്നാടല്ല. ആക്ച്വലി ലക്ഷ്മി എവിടുന്ന? അപ്പം ഞാൻ കേരളമാണ്, പാലക്കാടാണ് എന്റെ നാട്. എത്ര ഭാഷ അറിയാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടെക്നിക്കലി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഷകളുണ്ട്. അത് ലൈക്ക് എനിക്ക് ഫ്ലുവൻ്റ് ആയി അറിയുന്ന ലാംഗ്വേജസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം, കുറച്ച് പഞ്ചാബി അറിയാം, മറാഠി അറിയാം. ഫ്ലുവൻ്റ് അല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുജറാത്തി ഫ്ലുവൻ്റ് അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും. ഭോജ്പുരി മനസ്സിലാവും, ഒറിയ മനസ്സിലാവും. ഗുജറാത്തി കഴിഞ്ഞിട്ട് ഏതാ പറഞ്ഞേ? ഭോജ്പുരി മനസ്സിലാവും, പക്ഷെ ഫ്ലുവൻ്റ് വേണ്ട, ഇന്ന് വേണ്ട സിമി, നമുക്ക് ഭോജ്പുരിയിൽ പാട്ട് പാടിത്തരാം. ഓക്കെ, അത് പിന്നീടാവും. ഓക്കെ, എന്റെ ദൈവമേ, എനിക്ക് ഓവറാവും. ഇനി ഞാൻ എക്സ്ട്രാ വല്ലതും കഴിഞ്ഞിട്ട് പറഞ്ഞു.
You can sing in Bhojpuri? Yeah, I can sing in Bhojpuri. I think നമുക്കൊന്ന് കേൾക്കല്ലേ കുറച്ച് ക്രിസ്മസ് ആയിട്ട് നിങ്ങൾക്ക് ഭോജ്പുരി പാട്ടാണോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, അപ്പൊ എങ്ങനെയുണ്ടെന്ന് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭോജ്പുരിയില് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട്. ക്രിസ്മസ് ഗാനം എനിക്കറിയില്ല, ക്രിസ്മസ് ഗാനം എനിക്ക് ഭോജ്പുരിയിൽ അറിയില്ല. പക്ഷേ ഒരു പാട്ടുണ്ട് വിച്ച് ഇസ് വെരി വെരി ഫേമസ് ഇൻ ഭോജ്പുരി. അത് ശരിക്കും പറഞ്ഞിട്ട് ഈവൻ UK ക്ലബ്സ് പബ്സിലൊക്കെ അവർ പ്ലേ ചെയ്യുന്ന ഒരു പാട്ടാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഫേമസ്. ഓക്കെ, അപ്പൊ ഈ പാട്ട് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരിൽ മേ ബി ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദെൻ ഐ നോ ഫ്യൂ ലൈൻസ് ഓഫ് ഇറ്റ്. അത് ഞാൻ പാടിത്തരാം. ഓക്കെ പ്ലീസ്. ഓക്കെ, ശരിയായില്ലെങ്കിൽ നിങ്ങക്ക് മനസ്സിലാവോ? ഇല്ല, പാടുന്ന രീതി ചെയ്തത് ശരിയാവില്ല. അത് ഡിസൈഡ് ചെയ്താൽ മതി. ഓക്കെ, റെഡി? लगा ले लू जब लिपस्टिक हिले लाया राटी स्ट्रिक ललन टॉप लागेलू हो ललन टॉप लागेलू कोमरिया 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 लागेला पालॉप लॉलीपॉप लागेलू कोमरिया लॉलीपॉप लागेलू അത്രയും മനസ്സിലായി. അതാണ് ആ ഒരു പാട്ട്. വല്ലാത്തൊരു പാട്ടായി പോയി ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ ഇതിന്റെ ഒറിജിനൽ പാട്ടൊക്കെ പിന്നീട് കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എന്താണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഓരോ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനും അത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. നമ്മളൊരു ബോളിൽ എല്ലാവരുടെയും പേരുകൾ ഇടുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും ഓരോ ടാസ്ക് റെഡിയാണ്. ഓക്കെ, സോ എല്ലാവരും ഓരോ ചിറ്റ്സ് എടുക്കുന്നു. എന്നിട്ട് ആ ചിറ്റ്സിൽ ആരുടെ പേരാ നമുക്ക് കിട്ടുന്ന വെച്ചാൽ ആ ആൾക്ക് നമ്മളൊരു ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്ക് അതെ, വളരെ ഈസി, വളരെ സിമ്പിൾ. ജാവ വളരെ സിമ്പിൾ അതുപോലെ. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ഒക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്നു. ആൻഡ് അവർ ചെയ്യുന്നു. ആൻഡ് ചെയ്തു തന്നെ ആവണം. ആർക്കും ഒരു ഒന്നും എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെയുള്ള ഇല്ല അതുപോലെ പാടാൻ പറയരുത്. ബ്യൂട്ടിഫുൾ ലാഫ്റ്റർ. ഓക്കെ, എനിവേസ് അപ്പൊ നമുക്ക് എന്നാ അതിലേക്ക് കടന്നാലോ? എവരിബഡി ഈസ് റെഡി വിത്ത് ദ ടാസ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ലെറ്റ് us pick up the shits. Okay? Alright, so പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് ബൗൾ ഉണ്ട്. ആൻഡ് ഐ ഹാവ് ഗോട്ട് ഓൾ ദ നെയിംസ് ഹിയർ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ആർക്ക് ഏത് പേരാണ് കിട്ടുന്നത്. ഞാൻ റാൻഡം ആയിട്ട് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരും എൻ്റെ ചാലഞ്ച് കുറച്ച് എളുപ്പമാക്കി തരണം. ഓക്കെ, അതാണ് എനിക്ക് എന്തൊരു സ്നേഹമാണ്. അപ്പൊ ഏതായാലും അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെ ഒരു ചാലഞ്ച് ആണോ ഉള്ളത്? അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ, ഇവരെല്ലാവരും ഏതായാലും ഒരു തീരുമാനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. വിൽ സ്റ്റാർട്ട് ഫ്രം ദെയർ. അപ്പോൾ നമ്മുടെ ആയുർ സൗഖ്യം എന്ന് ഞാൻ പറഞ്ഞില്ലേ മുന്നേ, വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ആങ്കറാണ് അതില്. പക്ഷെ ഇന്ന് ഇവിടെ വളരെ ജോവിയൽ ആയിട്ട് ഇങ്ങനെ അല്ലെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, അല്ല ഇപ്പൊ തുറക്കരുത്. ഓക്കെ, എല്ലാവരും ഓരോ പേര് എടുക്കുകയാണ്. ആൻഡ് ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള പേര് എനിക്കുള്ളത് തുറക്കരുത്. വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ചലഞ്ച് തുടങ്ങാം. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗിഫ്റ്റ്സ് ആണോ? അല്ല, ഗിഫ്റ്റ്സ് അല്ല. സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി good thing that somebody has done among us, that is none other than Arya ചെയ്തിരിക്കുന്ന ഒരു റീസെന്റ് ആയിട്ട് what she did is she donated her hair അല്ലേ. അപ്പോൾ Arya, just tell me what made you do this? എന്തായിരുന്നു drive? Did somebody inspire you? Why did you take this kind of a decision? Okay, so basically ഈ 2020 എന്ന് പറഞ്ഞ year it was very എന്താ പറയുക low for all of us അല്ലേ. Like I don't think most of us haven't enjoyed this year, and it was a very monotonous life, and actually it started off in a very bad way. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ like board exam നെ ഒരു year full പഠിച്ച് prepare ചെയ്തിട്ട് I could not even attempt one of the exam.
So, you know, very disheartening year. So, angane irikkumo, you know, pinna lockdown vannu, nothing we could do. So, I thought anyway this year is about to end, and why not do something which would make this year, you know, memorable. Like, year varsham, I don't think any of us want to remember about it. Correct. So, but then definitely we will remember because it's different. So then I wanted to make it special, so I decided to donate. Actually, inspire cheyannu parna njan ingane online il kandu kore aalkar ingane donate cheyidum, but those people had like hair to like this level and all, annittana avaru cut cheythu, but I only had like itre, I only had less, but then I felt like I'll donate what I have. Because it's beautiful to see, you know, it's something that you own. It's not something of others you're taking and giving, not from your parents. It's something you've grown. Correct. And it's benefiting another person. So that's a beautiful cause. So then, adu kandu eniki cheyanam thonu. Very true. Appo eniki thonnathu ellavarum oru nalla ovation kodiyanu. Thank you. That is so nice, and eniki thonnathu that thought itself was really nice. So edayalum with that kind of a positive note, ini ellavarum aishwaryamayittu. Yes. സിമ്മിക്ക് എന്തോ ജാക്ക്പോട്ട് അടിച്ച പോലെയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, പേരുകൾ ആദ്യം അനൗൺസ് ചെയ്യാം, എന്നിട്ട് ചാലഞ്ചസ് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, സോ ഐ ടെൽ മൈ നെയിം ഫസ്റ്റ്. എനിക്ക് കിട്ടിയിരിക്കുന്നത് മയൂര. ഓക്കെ, വാട്ട് അബൌട്ട് യു അശ്വതി? പറഞ്ഞോ. ആതിര. AM Express. പിന്നെ എനിക്ക് കിട്ടിയ ആര്യ. ആര്യ. ഓക്കെ, ആര്യക്ക് കിട്ടിയത് അശ്വതി ചേച്ചി. അശ്വതി. ഓക്കെ, പിന്നെ സിമി. വേണ്ട പറയണ്ട. My favorite ലക്ഷ്മി. അതെ, ഞാനാണ് ഫേവറേറ്റ്, എല്ലാവരുടെയും ഫേവറേറ്റ്. അപ്പൊ പിന്നെ ചിലപ്പോ ചാലഞ്ച് ചിലപ്പോ സിമ്പിൾ ആക്കി കളയും. അതാണ് പ്രശ്നം, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരുടെ ഷോയിലും അതാണ് പ്രശ്നം. ഡംഷ്രാജ് കളിക്കുന്നു എന്നൊക്കെ പറയും, പക്ഷെ ഡംഷ്രാജ് അടുത്ത ആള് തോൽക്കുമ്പോ ഈ ആള് സഹായിച്ചു കൊടുക്കും. ഇങ്ങനെയാണോ ഷോ ചെയ്യുന്നത്? അങ്ങനെയല്ല ആണ്, അങ്ങനെയാണ് വഴക്കിടുന്നത്. പാവം മുരുകേഷ്. ഏതായാലും മുരുകേഷ് സുന്ദരികളുടെ ഇടയിൽ എനിക്ക് പറയാനുണ്ട്. എല്ലാവർക്കും നെഗറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മള് എന്താണെങ്കിലും ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ദിസ് ഇയർ വാസ് എ ചാലഞ്ചിങ് ഇയർ എന്ന് പറയണം. എല്ലാം നെഗറ്റീവായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഒരു ചാലഞ്ചിങ് ഇയർ ആയിരുന്നു. ഇത് പാസ് ചെയ്ത് പോകും. ഇതിനകത്തുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കുക, അതുപോലെ തന്നെ എർത്തിനെയൊക്കെ കുറച്ചും കൂടെ കൂടുതൽ സ്നേഹിക്കുക. എനിക്കൊന്ന് ലോക്ക്ഡൌൺ സമയത്ത് കുറെ റിയലൈസേഷൻ വന്നത്. ആക്ച്വലി ഒത്തിരി പേര് ഓൺലൈനിൽ മീറ്റപ്പ് പ്ലാൻ ചെയ്തു. സോ ദർ ആർ ലോട്ട് ഓഫ് പോസിറ്റീവ് തിങ്സ് ഹാപ്പൻ ആൻഡ് what you have done is something great. Yes. That is something great. But take everything in a positive note. പോസിറ്റീവ് വേ. അതേപോലെ നമുക്ക് വി വർ ഓൾസോ വെരി താങ്ക്ഫുൾ ടു വാട്ട് എവർ വി ഹാവ്, അല്ലെ? അത് ഒരു കാര്യം പഠിച്ചതാണ്. അപ്പൊ ഏതായാലും ഇനി നമുക്ക് ചാലഞ്ചസിൽ തുടങ്ങിയാലോ? അപ്പൊ ആദ്യമായി തന്നെ ഐശ്വര്യമായി സിമിമോളല്ല ആതിര തുടങ്ങിക്കോളൂ. ഒരുപാട് സിമ്പിൾ ആയാൽ പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് തന്നെ കൊടുക്കും. ഓക്കെ, ആതിര എണീറ്റ് നിൽക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഇത് തിന്നാ മതിയോ മൊത്തം? അതാണ് ചാലഞ്ച്. ഇതാണ് ചലഞ്ച്. അല്ല, പണി വരുന്നുണ്ട്, പണി വരുന്നുണ്ട്. ഇവള് കഴിക്കുന്നത് മൊത്തം പാക്കറ്റ് കഴിച്ചോളൂ. ഞങ്ങൾ എന്നിട്ട് നവരസം കാണിച്ച് വായി വരെ എത്തിച്ച് ഈ ബിസ്ക്കറ്റ് തിന്നുക. ആന്റിനെയും പിടിപ്പിച്ച് ആന്റിന കഴിച്ചോളൂ, ആന്റിന കഴിച്ചോളൂ. ആന്റിനില്ല, വീഴാൻ പാടില്ല. വീഴാൻ അടുത്ത ബിസ്ക്കറ്റ് റെഡിയാ. ഒരെണ്ണം കറക്റ്റ് ആയി തിന്നില്ലെങ്കിൽ അതാണ്. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഇത് ആതിരയുടെ അല്ല, സിമിമോൾ കൈ ഇല്ല. അടുത്ത ബിസ്ക്കറ്റ് നമുക്ക് നോക്കാം. കളയാൻ പാടോ പറഞ്ഞാൽ കുഴപ്പമില്ല, എടുത്ത് തിന്നോളൂ. കഴിഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വേണമെങ്കിൽ കഴിക്കാം. സിമിമോൾ കൈയൊന്ന് മാറ്റൂ. 3 ട്രയൽ. ഓക്കെ, അതായത് എത്തിക്കൊണ്ടിരിക്കുന്നു. യെസ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ദേർ, ഓൾമോസ്റ്റ് ദേർ. പോകുന്നില്ലടാ, കൗളൊക്കെ നാക്കോണ്ട് ഈ പല്ലിയൊക്കെ കണ്ടു. അല്ല ഈ പല്ലിനെയൊക്കെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ തവളേനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതുപോലെ നാക്കിന് നീട്ടി
അല്ല നാക്കിന് നീളമില്ല, ആ sheets ഇളക്കും. നാക്കിന് നീളമില്ല പോലും. സിമി മോളുടെ നാക്കിന് നീളമില്ല. Yeah. ഇല്ല ഇത് കള്ളത്തരം. ഇത് ബിസ്ക്കറ്റിനോടുള്ള ആക്രാന്തം കൊണ്ട് കൈകൊണ്ട് അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഒരു ഹാഫ് പോയിന്റ് വരുമോ? ആക്ച്വലി കൊടുക്കാം. ഇതെന്താ ആതിര, അങ്ങനെയൊന്നും പറ്റില്ല. ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കും അടുത്ത ബിസ്ക്കറ്റ്. ഇത് വലിയ പാടാണ്. ഇതിന് ഇവിടെ അങ്ങോട്ട് മൂക്കിലോട്ട് താഴോട്ട് വരത്തില്ല. അതൊന്നും അത് Okay, last try. Last try? ലാസ്റ്റ് ട്രൈ. Yeah. ഇത് ചെയ്തില്ലെങ്കിൽ സിമി ഇത് എന്തായാലും കിട്ടിക്കണം. നിങ്ങൾ പറയുന്നേ അത് ഇത് കഴിഞ്ഞാൽ ആതിര ചെയ്ത് കാണിക്കും. എനിക്ക് പറ്റത്തില്ല. ഹാഫ് പോയിന്റ് ബിസ്ക്കറ്റ് കഴിച്ചോളൂ, ബിസ്ക്കറ്റ് കഴിച്ചോളൂ, കുഴപ്പമില്ല. വേണിച്ച കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഏതായാലും സിമി മോൾ തോറ്റിരിക്കുകയാണ്. സിമി മോൾ പറയൂ ഞാൻ തോറ്റു എന്ന് പറയും. ഞാൻ ബിസ്ക്കറ്റ് ചലഞ്ചിൽ തോറ്റു. വെരി ഗുഡ്, ആക്സെപ്റ്റ് ചെയ്തല്ലോ അറ്റ്ലീസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൈയടി തന്നിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ചാലഞ്ച് കഴിഞ്ഞു. എന്റെ മുഖത്ത് ഇതുണ്ടോ? ഇനി ഈ ഒരു എന്റെ അമ്മോ ഈ ഒരു ഫീലിംഗോട് കൂടിയാണ് സിമി മോൾ ഇനി എനിക്ക് ടാസ്ക് തരിക. പറഞ്ഞോളൂ സിമി മോൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമ്മളിപ്പം UBL ചാനൽ ജനറൽ നോളജ് ഒന്നും ചോദിക്കരുത്. ഫുൾ ഫോം ഒന്നുമല്ലോ. അയ്യോ, ദൈവമേ. ആ, UBL ചാനലിലാണല്ലോ ഇരിക്കുന്നത്. ആണെന്ന് തോന്നുന്നു. ആണെന്ന് ആ, ആണ്, ആണ്, ആണ്. ഇവരുടെ സെലിബ്രേഷനിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതെ, അതെ. ഓക്കെ, അപ്പോ മലയാളം അറിയാവുന്ന ഭാഷ എന്നല്ലേ പറഞ്ഞു? ഇല്ലില്ല, മലയാളത്തിൽ മതി. എനിക്ക് മനസ്സിലാവണ്ടേ? അറിയാം, പാലക്കാട് മലയാളം കേട്ടോ. പാലക്കാട് 4 വരി പദ്യം അങ്ങോട്ട് ചൊല്ലുക. എന്ത് ആര് ചൊല്ലുക? എനിക്കറിയില്ല. അല്ല അത് ഉണ്ടാക്കി പാട്ടല്ല, 4 വരി പദ്യം മലയാളം ഉണ്ടാക്കി വെച്ച ഒരു പാട്ട് 4 വരി. ചാലഞ്ചസ് UBLന്റെ പേര് ഇട്ടോണ്ട് ഇപ്പൊ ഏത് നമുക്ക് നിനക്ക് അറിയാവുന്ന ഒരു പാട്ട് വേണമെങ്കിലും എടുക്കാം. അതിൽ ഒരു 4 You have to- പാട്ട് പാടും. ഏതെങ്കിലും ഒരു പാട്ടില് ഇപ്പൊ അതിൽ വരുന്നതിൽ UBL ആഡ് ചെയ്യാം. പണ്ഡിതയാണെങ്കിൽ ഹിന്ദിയിലായിക്കോട്ടെ. ഹിന്ദി ആയാലും മതിയോ? മതി മതി. എനിക്കറിയില്ല ഇറ്റ് മേക്സ് എനി സെൻസ്. ഓക്കെ, പക്ഷെ ഞാൻ ജസ്റ്റ് പാടാം. ഐ ഡോണ്ട് നോ. ഓക്കെ, ഓക്കെ, ഓൾ റൈറ്റ്. അല്ല അല്ല, ആ ഒരു പാട്ടില്ലേ, ഞാനും എന്താളും ആ 40 പേരും ideas കൊടുക്കാതെ. ഉണ്ടാക്കി. ഓക്കെ, സോ അതിനെ നമുക്ക് ഇതുപോലെ പാടാം. ഓക്കെ, ഞാനും എന്റെ 5 സുന്ദരികളും നമ്മൾ UBL ഉണ്ടാക്കിയ അയ്യോ ബേബി സാർ കേട്ടോ. ഓക്കെ, ഞാൻ ഈ പാട്ട് ഇതിന്റെ ലാസ്റ്റിൽ ചെയ്താൽ മതിയോ? ലാസ്റ്റ് അല്ല പറഞ്ഞോളൂ, ഞാൻ ഈ ചലഞ്ചിൽ തോൽക്കില്ല. കഴിഞ്ഞു ലക്ഷ്മി. ഞാൻ എന്ത് പെട്ടെന്ന് മൂക്കി എന്നൊക്കെ താഴോട്ടിട്ടത്. ഞാൻ പറയാം ഒറ്റ പ്രാവശ്യം അവസരം, ലാസ്റ്റ് അവസരം. എന്ത് ഹാഫ് വേ ത്രൂ ആയി? ഇല്ല ഹാഫ് വേ ത്രൂ ആയി. ഞാൻ പറയാം. ഓക്കെ, ലാസ്റ്റ് ചാൻസ് ആണ്. ഞാനും എന്താളും ഈ 5 സുന്ദരികളും ക്രിസ്മസ് ട്രീ കൊണ്ട് ഇവിടെ സെലിബ്രേഷൻ ഉണ്ടാക്കി. UBLന് വേണ്ടി സെലിബ്രേഷൻ ഉണ്ടാക്കി. ഞാനും എന്റെ ആളും ഈ 5 സുന്ദരികളും. ആരാണ് ആള്? എന്റെ ആൾ ആരാണെന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് അവരോട് വരണ്ട. പക്ഷെ പാട്ടുണ്ടാക്കാൻ പറഞ്ഞു, UBL ഉണ്ടാക്കി, ഞാൻ ജയിച്ചു. ഓക്കെ, മോളുടെ പേരാ എന്റെ കയ്യിലുള്ളത്. അടുത്തത് ആര്യ, കമോൺ. ആരുടെ പേരാ കിട്ടിയത്? അശ്വതി. ഓക്കെ, വളരെ എളുപ്പമായ ഒരു ചലഞ്ചാണ്. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ വിതൗട്ട് എ ബ്രേക്ക്. ഓക്കെ യെസ് ഓർ നോ പറയരുത്. വേറെ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, എത്ര പ്രാവശ്യം യെസ് ഓർ നോ പറഞ്ഞാൽ തോൽക്കും? 3 പ്രാവശ്യം. ഒരു പ്രാവശ്യം യെസ് ഓർ നോ എപ്പോഴെങ്കിലും പറഞ്ഞാൽ ഇറ്റ്സ് ഡൺ. ഓക്കെ, You can say any rubbish but not those 2 words. Okay? alright. Do you like food? ബിരിയാണി. Do you eat outside often? മലബാർ റെസ്റ്റോറന്റ്. No time like this, huh? Okay, മലബാർ റെസ്റ്റോറന്റ്. Malabar restaurant. Okay. Do you like sports? വേദ്. Do you like reading? Yesterday when I went out, we really had fun. You had fun? It was in hotel. Which hotel? Staycation. Was it nice? Jumeirah. Where in Jumeirah? Rack Bank. Rack Bank. Working there. As what?
ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ്. കണക്ഷൻ ഇല്ലാതെ അത് ഈ കളി വേറെയാണ്. Okay. ആൻസർ പറയുന്നത് wrong ആയിട്ട് പറയുന്നത്. Okay. You need to answer to the question. Same question, but it should not be yes or no. വീണ്ടും സ്റ്റാർട്ട് അഗൈൻ സ്റ്റാർട്ട് ഇത് അഗൈൻ നിങ്ങള് ഓക്കെ okay. Start ഞാൻ over. തോറ്റെന്ന് പറയേണ്ടി വരുമോ? റെഡി 1 2 3 ഗോ ആര്യ. Did you eat lunch? ബിരിയാണി, Where did you go out last night? മലബാർ റെസ്റ്റോറന്റ്, Okay, do you like sports? ജെറ്റ് സ്കി, Jet ski, have you done it? യെസ്റ്റർഡേ, Yesterday. സ്റ്റേക്കേഷൻ, Staycation, where did you go? ജുമേറ, Okay, did you eat today? പാരസ് റെസ്റ്റോറന്റ്, it was ബിരിയാണി, Did you drink water today? ഫാൻഡ. I think that's pretty good. I think she's done it, ഈ yeah. മലബാർ റെസ്റ്റോറന്റ് എവിടെന്നാ വന്നതെന്ന് അറിയാൻ മേല. രണ്ടാമത്തെ question I'm like, oh yes. No. Yes, very good. Good job, Very good job. nice. Yeah. Good Thanks, job. thanks. അല്ല ഇതിനൊക്കെ സമ്മാനം ഉണ്ടാവുമല്ലോ അല്ലേ? ഗിഫ്റ്റ്സ് ഉണ്ടോ ജയിക്കുന്നവർക്ക്? എല്ലാ ലക്ഷ്മി എന്നോട് അതെ ഞാനും ഇവിടെ ഇതാ ഇരിക്കണ്ടല്ലോ സമ്മാനം തരാൻ ചേട്ടാ. അടുത്തത് മയൂര. Come on. എനിക്ക് ആര്യനെ കിട്ടിയത്. So the thing is, I want you to prank call someone right now. Right now? Yeah, and put it on speaker. Okay. Anyone is okay. And you're not allowed to say that we are listening or you know. ഓ അപ്പൊ പിന്നെ ടോട്ടൽ സൈലൻസ് ആയിരിക്കണം. Only സ്വിമ്മിംഗ് prank പൂൾ call, once again, സൈലൻസ്. prank call means it should not be from your phone, അല്ലേ? It's from my phone. അല്ല കുട്ടി ഗെയിം പറയും ചലഞ്ച് കൊണ്ട് വന്നില്ലേ? അല്ല, as in ഞാൻ ഉദ്ദേശിച്ച I want you to do a prank call basically to any of your friends. Okay. So you call from your phone, number അറിയല്ലോ. Yeah. Okay. So okay, so call from my phone. But won't they know my voice? That's what that that's is the the prank, question. no? Whether That they is will a know. prank. So you should try saying something else, you know, like, you know, offer and you should come collect the this thing from Okay, somewhere okay. and all. Why are you explaining the prank? Yeah. ഐഡിയ Make my work easy. Come on. And you do some this thing and okay. Ha, don't take your phone, just take the number, dial it on her phone. Tell Okay? me the ശരി അപ്പൊ ഇവിടെ ആര്യ ഇപ്പൊ ഒരു പ്രാങ്ക് കോൾ ചെയ്യാൻ പോവാണ്. 056. ആരാന്ന് പറയണ്ടേ? അല്ല ആരാന്ന് നമുക്ക് പറയാലോ. you don't have to say your name or anything. Yeah, yeah. Just ആരാണത്? say Who is something it? It's my friend. It's your friend. Okay. ഓക്കെ ഫ്രണ്ട് ആണല്ലോ പേരൻസ് അല്ലല്ലേ? Parents are. അല്ല. So it's a random number he's going to get. Yeah, yeah. It's a very random number. So Okay. ഫോൺ എടുക്കല്ലേ എന്നാണ് ആര്യ അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നത്. But I can't hear ringing. ഹലോ 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 സമീർ അല്ലേ സംസാരിക്കുന്നത്? ഞാൻ മയൂരയാണ്. നിങ്ങൾ പാട്ട് പാടാറുണ്ടോ? ഞാൻ കണ്ടല്ലോ, ഒരു വീഡിയോ കണ്ടായിരുന്നു യൂട്യൂബില്. അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചതാണ് നിങ്ങളുടെ വോയിസ് നന്നായിട്ടുണ്ട്. ആ, എനിക്കൊരു പാട്ട് പാടിത്തരാവോ? അതെന്താണ്, ഇപ്പൊ എവിടെയാണുള്ളത്? ഓഫീസിലാണോ? ഓ, ഈ ടൈമിലൊക്കെ ഉണ്ടോ വർക്ക് ഉണ്ടോ? അപ്പൊ എനിക്ക് എപ്പോ വിളിക്കാൻ പറ്റും? Maybe you can call me later sometime. Or we could meet? Definitely not. I have a family. Sorry? Definitely not. I have a family. Oh, sorry. Wrong number. That is a very well done actually. മയൂരയ്ക്ക് അടുത്ത് തന്നെ ഒരു കോൾ വരുന്നതായി. സ്വന്തമായി ചലഞ്ച് ഏറ്റുവാങ്ങി. ഇതിനെയാണ് പറയാ സ്വന്തം ഒരു വടി എടുത്ത് സ്വന്തം അടിക്കാന്ന് പറയില്ലേ, അതാണ് ഇത് സംഭവിച്ചത്. ഓക്കെ അപ്പൊ എല്ലാവരും ഓക്കെ he's married. Yeah, he's got kids. Yeah, yeah. എല്ലാവരും ആര്യക്ക് നല്ലൊരു കൈയ്യടി Yeah, very well done actually. Very well done. ഇനി നെക്സ്റ്റ് നമ്മുടെ അശ്വതി കമോൺ. ഓക്കെ, ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇറ്റ്സ് നത്തിങ് ലൈക്ക് ഡിഫറെന്റ് ആൻഡ് ഇറ്റ്സ് കുഞ്ഞു പ്രോപ്പർട്ടി വേണം. ഓക്കെ ഞാൻ പ്രോപ്പർട്ടി റെഡിയാക്കാം. നമുക്ക് പ്രോപ്പർട്ടി റെഡിയാക്കിയിട്ട് ചാലഞ്ച് തുടങ്ങാം. യെസ്. ഓൾറൈറ്റ്, സോ അശ്വതി ആവശ്യപ്പെട്ട പ്രോപ്പ് നമ്മളുടെ അടുത്ത് റെഡിയാണ്. ഒരു ഗ്ലാസും വെള്ളവും. എന്താണാവോ ചെയ്യാൻ പോകുന്നത്? വളരെ സിമ്പിളാ. ഞാൻ അങ്ങനെ ഉപദ്രവിക്കോ? ഇല്ല, ഉപദ്രവിക്കില്ല. എല്ലാവരും എന്നെ കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, ഈ ഗ്ലാസ് യു ഹാവ് ടു പുട്ട് ഇറ്റ് അപ്സൈഡ് ഡൗൺ. ഓക്കെ, വിതൗട്ട് പോറിംഗ് ദ വാട്ടർ ഡൗൺ. വെള്ളം താഴെ കളയാതെ യു ഹാവ് ടു പുട്ട് ദ ഗ്ലാസ് അപ്സൈഡ് ഡൗൺ.
വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് തിങ്ക് യു ഹാവ് ടു പുട്ട് ദ ഗ്ലാസ് അപ്സൈഡ് ഡൗൺ. വെള്ളം താഴെ കളയാതെ. Simi, please. Simi. You need to put this glass upside down. വെള്ളം താഴെ വീഴാതെ. സിമി വേണ്ട, ഇത് ഫെയർ അല്ല. AM എക്സ്പ്രസിന്റെ അതാണ്, അത് വേണ്ട, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവട്ടെ. ആരെയാ? Drink the water, no? പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഇതല്ല. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഇതല്ല. അപ്പൊ ഉത്തരം എന്താ? ഉദ്ദേശിച്ചാൽ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യും. അല്ല, 1 minute. ഗ്ലാസ് ഓഫ് വാട്ടർ അപ്സൈഡ് ഡൗൺ എന്നാ പറഞ്ഞത്. ഗ്ലാസ് എംപ്റ്റി അതൊന്നും പറഞ്ഞല്ലോ. എംപ്റ്റി ഗ്ലാസിനല്ല വിത്ത് ദ വാട്ടർ. ഒരു മിനിറ്റ്, എന്റെ ചലഞ്ച് ഞാൻ കൺഫ്യൂഷൻ നിങ്ങൾ തീർക്കാം. Put this glass upside down without pouring the water down. അപ്പൊ വാട്ടർ അതിൽ അപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ഇത് ഒരു നല്ല ഐഡിയ ആണ്, പക്ഷെ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളം അല്ലോ, വെള്ളം അഥവാ വെള്ളം വീണ ആര് തുടങ്ങും? അത് വീഴാൻ പാടില്ല. വീണ ആര് തുടങ്ങി? വീഴ്ച ആള് തുടങ്ങും. വീണ ആര് വീണു. ക്യാമറ നോക്കി പറയാം. ക്യാമറ നോക്കി. ഞാൻ തോറ്റു, വൈഡാങ്കിള. Okay, now up, side, down. സൈഡ് ആക്കി ഡൗൺ അല്ല, ഇതാണ് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവതരിപ്പിച്ചാൽ ഉള്ള ഗുണങ്ങൾ ഇതാണ് എന്നുള്ളത് മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ ഏതായാലും എനിക്ക് തരണം. അപ്സൈഡ് എന്ന് പറയുമ്പോൾ പക്ഷെ സിമ്മി എന്തോ കണ്ടിട്ടാന്നൊക്കെ ആലോചിച്ചില്ല. അതെന്തായിരുന്നു? കുടിച്ചിട്ട് വെറുതെ വെച്ചാൽ മതി. ഗ്ലാസ് അപ്സൈഡ് ഡൗൺ എന്ന് ഞാൻ കേട്ടു. അല്ല, വിത്ത് വാട്ടർ എന്ന് പറഞ്ഞു. ആക്ച്വലി അതും ഒരു ആൻസർ ആണ് കേട്ടോ. അല്ല, പക്ഷെ when you said with water, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. I said without pouring the water down. Pouring the water. Okay, അതും ഒരു ആൻസർ ആണ്. അപ്പൊ ഏതായാലും പക്ഷെ ചാലഞ്ച് നോ അങ്ങനെയൊന്നും അല്ല. Like 50-50 you can. ഓക്കെ, അപ്പൊ ഏതായാലും തന്നില്ലേ നേരത്തെ പകുതി? സിമിമോൾ ഇത് എന്ത്? സ്നേഹിച്ചു പോകാം. എനിക്ക് വേണ്ട സ്നേഹം. എനിക്ക് തരുന്നില്ലല്ലോ സ്നേഹം. എല്ലാരും കണ്ടല്ലോ, ഞങ്ങൾ സ്നേഹിക്കാൻ റെഡി ആയിരുന്നു. ലക്ഷ്മിക്ക് സ്നേഹം വേണ്ടി. അതെ. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി എനിക്ക് തോന്നുന്നു എല്ലാവരും ചാലഞ്ചും കഴിഞ്ഞു. ഇനി ഞാൻ മയൂരയ്ക്ക് കൊടുക്കേണ്ട ചാലഞ്ചാണ് എന്റെ കയ്യിലുള്ളത്. ഇറ്റ് ഇസ് എ ടങ് ട്വിസ്റ്റർ. ഓക്കെ, മലയാളം ടങ് ട്വിസ്റ്റർ ആണ്. അപ്പൊ ലക്ഷ്മി പറയണത് ഒരു 5 times. ഞാൻ അതിന് 5 times പറയണം. ഞാൻ ചാലഞ്ച് അല്ലേ കൊടുക്കുന്നത്. ഓക്കെ, മയൂര പറയണം 10 times. 5 times ആദ്യം നോക്കാം. 5 times നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും 5 times കൂട്ടാം. ഓക്കെ, റെഡി? ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇതാണ് കുന്തി ദേവി നാണം കിട്ടുമോ ടിവിയില്? ചാനലിൽ പിന്നെ സംരക്ഷണം ചെയ്യാനുള്ളത് ഒന്നുകൂടി പറ. കുന്തി ദേവി, ഇത് ചിലപ്പോ എനിക്ക് തോന്നുന്ന ഒരു ടിക്ടോക്ക് ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കുട്ടി കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടി ഉരുണ്ട് പക്ഷെ കുണ്ടി ഉരുണ്ടല്ല വീണ, കിണ്ടി ഉരുണ്ട്. കുന്തി ദേവി എല്ലാരും മുന്നെടുക്കൂ. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കിണ്ടിയല്ലേ കഴിക്കുന്നത്? കിണ്ടി അല്ലേ കഴിക്കുന്നത്? അപ്പോഴല്ലേ കിണ്ടി ഉരുളുന്നത്. കിണ്ടി കഴിക്കപ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറയാൻ പറ്റും. യു ക്യാൻ. റെഡി? കുറച്ച് ഭയങ്കര ഫാസ്റ്റ്. ടങ് ട്വിസ്റ്റർ സ്ലോ ആയിട്ട് ആരെങ്കിലും ആദ്യം 1-2 വർഷം സ്ലോ പ്രാക്ടീസ് ചെയ്യട്ടെ. കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. സ്റ്റാർട്ട് ആയിട്ടില്ല. ഇനി 1 2 3 ഗോ. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി
കിണ്ടി കിടക്കുമ്പോൾ കിണ്ടി കുന്തി ദേവി കിണ്ടി കിടക്കുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പക്ഷെ ഇത് കുറെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഇടയില് ഒരു 3 വട്ടം കൂടെ ഓക്കെ ഫാസ്റ്റർ അതെന്നെ പറയിപ്പിക്കണല്ലേ? അത് പറയിപ്പിക്കുന്ന ചെയ്യല്ലേ? വേണം ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റ്. ഈ കുന്തി ദേവി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ റെഡി കം ഓൺ ഗോ. എല്ലാരും സൈലൻസ്. ഓക്കെ കോൺസെൻട്രേഷൻ. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഒരേ വെരി നൈസ്. ഓൾ റൈറ്റ്. അപ്പൊ ഏതായാലും ഈ ചാലഞ്ചസ് ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി നമ്മുടെ എവിടെ ഒരുപാട് ഇനി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് വിശേഷങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടാവും അല്ലെ? ചെറുപ്പം നാൾ മുതൽ തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെമ്മറീസ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നത് യു ഷുഡ് ഷെയർ യുവർ മെമ്മറീസ് അല്ലെ? സിമിമോൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു അന്നൊരു ദിവസം സിമിമോൾ എൻ്റെ അടുത്ത് എന്തോ പറയുന്നുണ്ടായിരുന്നു അബൌട്ട് യു ട്രാവലിംഗ് സംവെയർ ഫോർ ക്രിസ്മസ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞു. ഓക്കെ, ക്രിസ്മസ് എൻ്റെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പം ചെറുപ്പം മുതലേ ഇതൊരു വലിയൊരു ആഘോഷമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. എന്നാലും അതിലുള്ളൊരു സ്പെഷ്യൽ മെമ്മറി പറയാം. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചത് ക്രിസ്മസ് ഫാദറിനെ കാണാൻ പോയി. അതായത് നോർത്ത് പോളിലുള്ള ക്രിസ്മസ് ഫാദറിനെ കാണാൻ പോയി. ഞങ്ങൾ ഫിൻലൻഡിലായിരുന്നു. ഫിൻലൻഡില് ലാപ്ലാൻഡ് എന്ന് പറഞ്ഞു. ഫിൻലൻഡില് ക്രിസ്മസ് ഉണ്ട്, ക്രിസ്മസ് സാന്റ ഉണ്ട്. സാന്റ അവിടെ ഉണ്ട്, റിയൽ മനുഷ്യൻ. അതായത് സാന്റ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആക്ച്വലി നിങ്ങൾ ഗൂഗിളിൽ വായിക്കുകയാണെങ്കിൽ കാണാം. അതൊരു ടർക്കിയിലുള്ള ഒരു സെയിന്റ് നിക്കോളാസ് ആയിരുന്നു സാന്റ എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഫിൻലൻഡിലെ ലാപ്ലാൻഡില് അവിടെ ഒരു റുവനാമി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു സാന്റ വില്ലേജ് ഉണ്ട്. Santa village is like an amusement park, but everything we experience related to Christmas, like snowman world and reindeer sleigh ride. Temperature ഒക്കെ എന്താണ്? ഞങ്ങൾ ചെന്നപ്പോ -9 ആയിരുന്നു. അതിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ആക്ച്വലി ഞങ്ങൾ ഇവിടുന്ന് എനിക്ക് ആണാണ്. അതായത് ഞങ്ങൾ ഇവിടുന്ന് കുറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ടാ പോയെ. പക്ഷെ അവിടെ ചെന്നപ്പോ മനസ്സിലായി ഇതിലൊന്നും പക്ഷെ അവിടെ നിന്നുള്ളത് വാങ്ങിച്ചു. ലോക്കലി ഉള്ളത് വാങ്ങിച്ചപ്പം അവരുടെ പ്രോഡക്റ്റിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പം റെയിൻഡിയറിനെ നേരിട്ട് കാണാൻ പറ്റി. അതിന്റെ പോയി. പിന്നെ ഹസ്കി ഡോഗ്സ്, നല്ല സ്നോയിലുള്ള ഡോഗ്സ്, പിന്നെ സ്നോമാൻ ഒരു വേൾഡ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോർത്തേൺ ലൈറ്റ്സ് എന്നുള്ളത്? നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ, അത് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇഗ്ലൂലിരുന്ന് Exactly. Transparent igloo. I've heard of it. Igloo എന്ന് പറഞ്ഞ Exactly same. Actually igloo സ്വന്തം അവരവിടെ ഉണ്ടാക്കി വെക്കുന്ന. അത് നമ്മളിവിടെ ദുബായിലൊക്കെ റിസോർട്ട് നമ്മളെടുത്ത് ബുക്ക് ചെയ്യുന്ന പോലെ നമ്മൾ അവിടെ ബുക്ക് ചെയ്ത് പോവാ. എന്നിട്ട് അവിടെ പോയി കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അതാണ് എല്ലാവർക്കും അവിടെ പോകണ്ടേ? ഞാൻ പറയാ ഒരു കാര്യം, ഇതിപ്പോ നമ്മളുടെ യുബിഎലിന്റെ കൂടെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്രിസ്മസിൽ സിമിമോള് നമ്മളുടെ അടുത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ഷെയർ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ദാറ്റ് മേക്സ് ദിസ് ക്രിസ്മസ് ഈവൻ മോർ സ്പെഷ്യൽ. ആൻഡ് അടുത്ത ക്രിസ്മസ് ആവുമ്പോഴേക്കും ഇവിടെ എല്ലാം ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിത്തിങ് എൽസ് ദാറ്റ് വേറെ എന്തെങ്കിലും അതിൽ? ആക്ച്വലി സാന്റ വില്ലേജിൽ ഞങ്ങൾ ഒരു 3 days ആണ് നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടുത്ത് ഞങ്ങൾ അതിന്റെ അകത്ത് തന്നെ താമസിച്ചു. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. പിന്നെ ചെയ്ത ഒരു കാര്യം എന്നാ വെച്ചാൽ ഒരു അഡ്വെഞ്ചർ എന്നാ ചെയ്തെന്ന് വെച്ചാൽ അവിടെ സ്വീഡനില് അവിടെ ഒരു ഐസ് ബ്രേക്കർ ഷിപ്പ് ഉണ്ട്. ഐസ് ബ്രേക്കർ എന്ന് പറഞ്ഞാല് ഐസിനെ ബ്രേക്ക് ചെയ്ത് ഷിപ്പ് പോകും. അതിലൊരു ജേർണി. അതിൻ്റെ അകത്ത് നമ്മൾ ആ നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. അവർ സ്വിം ചെയ്യിപ്പിക്കും. സ്വിമ്മിങ് അറിയാത്തവർക്കും ഇറങ്ങാൻ പറഞ്ഞ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒരു വണ്ടർഫുൾ. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇതുപോലത്തെ ഒരു കാലാവസ്ഥയിൽ പറഞ്ഞാൽ ജീവിക്കാത്ത ഒരാൾ അവിടെ പോയിട്ട് ഇതുപോലെ ആകുമ്പോ പറഞ്ഞാൽ അസുഖം പിടിക്കില്ലേ? ബിക്കോസ് ഇത്രയും കോൾഡിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കവർ ചെയ്ത് എപ്പോഴും തല കവർ ചെയ്തു. അവരെല്ലാരും ഗ്ലൗസ് ഇല്ലാതെ അവിടെ ആരും നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. അത്രയ്ക്കും തണുപ്പാണ്. നമുക്ക് ഫോൺ എടുത്തൊരു ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കൈ വിറയ്ക്കും.
പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ഒരു മരുഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് യുനോ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് once in a lifetime. അത് നെക്സ്റ്റ് ഓഫ് ഫിൻലൻഡിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാം, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലെ ടോപ്പിലായിരിക്കും. ഇപ്പൊ ടോപ്പായി താഴെ വരും. പിന്നെ ഓഫ് കോഴ്സ് നമുക്കത് കണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇഗ്ലൂ എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പ്രോജക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, പഞ്ഞിയൊക്കെ വെച്ച്. അതെനിക്കറിയൂ. ഞാൻ okay, so that is one of the memories. Appo idallade anybody else who wants to share something, anything that you can think of, Christmas inde oru ചെറുപ്പകാലത്തിലോ അങ്ങനെ എന്തെങ്കിലും? ബിക്കോസ് ലൈക്ക് ഇവിടെ പഠിച്ചു വളർന്നുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. ബട്ട് ഐ തിങ്ക് നാട്ടിലുള്ള സമയത്ത് ഞങ്ങള് സ്റ്റാർ ഒക്കെ വാങ്ങി വീട്ടില് സ്റ്റാർ ഒക്കെ കൊളുത്തിട്ടു. പിന്നെ ഇവിടെ one thing is what happened last year. ഞങ്ങൾ DFCയിൽ പോയി 24th night 11 o'clock ആയപ്പോൾ ഞങ്ങൾ പോയി. Because sharp 25th 12 o'clock ആവുമ്പോൾ it's beautiful, like full lights ഒക്കെ off ആക്കി ഒരു like പുതിയൊരു സെറ്റപ്പ് ലൈറ്റ് ഓൺ ആക്കും. പിന്നെ സ്നോ ഒക്കെ വന്നു, then full Christmas songs. Yeah, and it was like really nice. ആ ഒരു ഫീൽ നമുക്ക് തരും അല്ലേ? Like you've reached in some other place where they actually like celebrate Christmas, like full snow effect and കാര്യങ്ങളൊക്കെ ആയിട്ട്, and people were like dressed up in that way. So I think that was quite nice to see. ഞാൻ ഒരിക്കലും കാണാത്തൊരു കാര്യമായിരുന്നു ആ ഒരു. വാവ്. ഇതുപോലെ anybody else who wants to say? അറിയാൻ പോലെ ഞാൻ ഇവിടെയായിരുന്നു, കൊച്ചിലേക്ക് ഇവിടെ ആയതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ മെമ്മറി ഇല്ല. പിന്നെ നാട്ടിൽ പോയ സമയത്ത്, നാട്ടിൽ ജീവിക്കുന്ന സമയത്താണ് എന്താ ക്രിസ്മസ് ആകുമ്പോൾ സ്റ്റാർ മേടിച്ച് തൂക്കുക. അതൊരു റിച്വൽ ആണ്. എല്ലാവരുടെ വീട്ടിലൊരു സ്റ്റാർ കോമ്പറ്റീഷൻ വലുതാണ്. പിന്നെ ഈ സ്റ്റാർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് 2 ആഴ്ച വരെ അവിടെ തന്നെ കിടക്കുന്നുണ്ടോ അല്ലേ? അത് എനിക്ക് പിന്നെ ഇവിടെ കത്തും ഇവിടെ കത്തും ഇവിടെ കത്തും ഒരു വലിയ സ്റ്റാർ. അതെ അതെ. നെയ്ബർ ഉണ്ടെങ്കിൽ അവര് ഇങ്ങനെ നോക്കും. അപ്പോ മട്ടൺ സ്റ്റൂ കൊണ്ടുവരണം. ആക്ച്വലി അതാണ് ഇവിടുത്തെ, ആസ് ആര്യ പറഞ്ഞ പോലെ, ഇവിടുത്തെ നമ്മൾക്ക് ബേസിക്കലി വെക്കേഷൻ ആണ് എല്ലാവർക്കും. ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ ആഘോഷങ്ങളും ഇപ്പം ഈദായാലും എല്ലാം നമ്മൾ ആഘോഷിക്കായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ ആന്റി കേക്കുമായിട്ട് വരും. അപ്പൊ ഞങ്ങളുടെ ക്രിസ്മസ് വരെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആന്റി എപ്പോഴാ വരുന്നത്, എന്താ വരാത്തെ, അതാണ് നമ്മൾ ഏറ്റവും ഫോക്കസ്ഡ് ഓൺ ക്രിസ്മസ്. പിന്നെ ഒബ്വിയസ്ലി TVs, channels, programs, shows. So it is always, irrespective of any religion you belong to, Christmas is a special, very different feel. പിന്നെ എല്ലാവർക്കും carols നിങ്ങൾ കേൾക്കാറുണ്ടോ? കേട്ടിട്ടുണ്ട്, അറിയില്ല. അറിയാമെന്ന് ചോദിച്ചാൽ എന്താ പറയുന്ന അസോസിയേഷൻകാരൊക്കെ വരും. കുട്ടികളൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ ചെണ്ടൊക്കെ വെട്ടിട്ട്. നാട്ടില് ഞാൻ നാട്ടിൽ നിന്നിട്ടുണ്ട്, ഇവിടെ നിന്നിട്ടുണ്ട്. നാട്ടിലുള്ളവരൊക്കെ നാട്ടിൽ രാത്രിയിൽ വരും, കൊട്ടൊക്കെ കൊട്ടി. കുഞ്ഞുനാളിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ക്രിസ്മസ് അപ്പൂപ്പനെ കാണാനായിട്ട്. ഞങ്ങൾ ഇങ്ങനെ പേടിച്ച് നോക്കി നിൽക്കുന്നു. അങ്ങനെ രാത്രി ചിലപ്പോൾ 12 മണിക്ക് വരും, 2 മണിക്ക് വരും. അതൊരു വലിയൊരു രസമാണ്. അയ്യോ ക്രിസ്മസ് ഇന്ന് വരുന്നില്ലല്ലോ ആരും എന്നുള്ളൊരു ഫീലാണ്. ദുബായിലും ആക്ച്വലി നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ളവര് കാരൽസ് വരുന്നുണ്ട്. ഈ തവണ ഞങ്ങൾ അത് സൂമിലാക്കി. വീട്ടിൽ പോകും. ഞങ്ങൾ ഒരു ഏരിയ ഉള്ളവര് പോയിട്ട് ക്രിസ്മസ് ഫാദർ ഒക്കെ വന്നിട്ട് അതെന്താ പറയുക, ഒരു കുഞ്ഞുനാളിന് മുതൽ നമ്മൾ കുട്ടികളിലൊക്കെ കാണും. ഒരു ഞങ്ങളൊക്കെ ആ സമയത്ത് കുട്ടികളാവും ഈ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞങ്ങളും എന്റെ ഫാമിലിയിൽ അങ്ങനെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യില്ല. ബട്ട് മൈ ആന്റി ഷീ വാസ് സെലിബ്രേറ്റിംഗ്. സോ അവരുടെ വീട്ടില് ഞങ്ങൾ എല്ലാവരും ഡ്രസ് അപ്പ് ചെയ്ത് പോയി. സോ ഐ വാസ് ഇൻ ലൈക്ക് 3rd or 4th grade. അപ്പൊ ഞാൻ ഫെയറി ആയിട്ടാണ് പോയി. ഈ ഫെയറി, ഏഞ്ചൽ, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ക്രിസ്മസ് സമയത്താണല്ലോ. നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വിങ്സ്. I really love you this. That's so cute. Actually ഞാൻ അതിൽ നോട്ട് വെച്ചേക്കാം. ഞാൻ പോകുമ്പോൾ തിരിച്ചെന്നെ. അല്ല ഇത് വിടുന്ന ഇവിടുന്നല്ലോ. ഇത് ഫിൻലൻഡിനല്ല അല്ല, ഫിൻലൻഡിൽ പോയാൽ ഇത് കിട്ടുന്നു. അത്ര അങ്ങോട്ട് പോകുന്നില്ല. ഫിൻലൻഡിൽ ഇതൊന്നും വെക്കാൻ പറ്റത്തില്ലായിരുന്നു. എവിടെ വെക്കുന്നല്ലേ? അതെ അതെ. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ക്രിസ്മസ് മെമ്മറീസ്. നിങ്ങൾക്കൊക്കെ നല്ലോണം ക്രിസ്മസ് മെമ്മറീസ് ലൈഫിൽ കാണും. എല്ലാവരും അതിനൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ശരിയാണല്ലേ നമ്മുടെ ആ ക്രിസ്മസ് ഓർമ്മയുണ്ടോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പൊ ഏതായാലും ഐ എം ഷുവർ ദാറ്റ് ഓൾ ഓഫ് യു ആർ എൻജോയിങ് ദിസ് ക്രിസ്മസ് ആസ് വെൽ. ഞാൻ പറഞ്ഞ പോലെ UBL കൂടെ
ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഇതിനെ ഇനിയും സ്പെഷ്യൽ ആക്കണം. അപ്പോൾ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇത്തിരി മത്സരങ്ങൾ വെക്കാം. മത്സരം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്തത് സോളോ ആയിരുന്നു. ഇനി നമുക്കൊരു ടീം വർക്ക് ആയാലോ, ടീം വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് 2 ടീമായിട്ട് ഡിവൈഡ് ആവും. ഇതിൽ ഞാനും ഉണ്ട് കേട്ടോ. നിങ്ങൾ 6 പേരാണ്. 5 സുന്ദരികളാണെങ്കിലും ഒരു അതിസുന്ദരിയും അതിൽ ആഡ് ചെയ്യാം. നമുക്ക് 6 പേര്. അപ്പൊ നമുക്ക് 6 പേർക്കും കൂടി ജസ്റ്റ് ഒന്ന് മത്സരിച്ച് നോക്കാം. ഇറ്റ്സ് ഓൾ ഗോയിങ് ടു ബി ഇൻ ഗുഡ് ഹ്യൂമർ. ഓക്കെ, അപ്പൊ എന്റെ അടുത്ത് പേരുകൾ ഓൾറെഡി റെഡിയാണ്. അപ്പൊ ഞാൻ 2 ക്യാപ്റ്റൻസ് നമുക്ക് പെറ്റൽസ് അവതരിപ്പിക്കുന്ന നമ്മുടെ മയൂര ഒരു ക്യാപ്റ്റൻ ആൻഡ് ആര്യ ഒരു ക്യാപ്റ്റൻ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ബൗളായിട്ട് വരാം. യു ഹാവ് ടു പിക്ക് അപ്പ് നെയിംസ്. ഓക്കെ, അപ്പൊ നെയിംസ് എടുത്തതിന് ശേഷം നമുക്ക് ടീം പ്രകാരം എന്നിട്ട് വിൽ സി ഹൗ ദ ടാസ്ക് ഗോ. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമ്മളുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ടീംസ്. ഓക്കെ, അപ്പോൾ ടീംസ് ഡിവൈഡ് ചെയ്യാം. ഞാൻ ടീം ക്യാപ്റ്റൻസിൻ്റെ അടുത്ത് പോവാം. സോ പ്ലീസ് 2 പേരുകൾ. യെസ്, ക്യാപ്റ്റൻ ആര്യ. ക്യാപ്റ്റൻ 2 യെസ്, ആൻഡ് 2 ഫോർ യു. ഇനി പേരുകളൊക്കെ ഒന്ന് അനൗൺസ് ചെയ്തോളൂ. ആരാണ്? സിമ്മിയാണ്. ഓക്കെ, മറ്റേത് ഞാനോ? നന്നായി. എന്താ അറിയോ, ഞാൻ മറ്റേ ടീമിലാണെങ്കിൽ സിമി മോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് പണി തന്നേനെ, ഞാൻ അങ്ങോട്ടും കൊടുത്തേനെ, അത് വേറെ കാര്യം. അപ്പൊ ഏതായാലും ടീംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോർമലായിട്ട് ഓക്കെ. ആരുടെ ടീം മെമ്പേഴ്സിന്റെ പേരുകൾ പറഞ്ഞോളൂ, സോ ദാറ്റ് പ്രേക്ഷകർക്ക് ക്ലാരിറ്റി ഉണ്ടാവും. പറഞ്ഞോളൂ. ലക്ഷ്മി, സിമി. യെസ്, അപ്പൊ നമ്മളൊരു ടീമാണ്. അടുത്ത ടീമാണ് ടീമിൽ ആതിര ആൻഡ് അശ്വതി. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോ ശരിയാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി ഗെയിം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഐ ഹാവ് മൈ പ്രോപ്പർട്ടീസ് ഹിയർ. എന്താണ് ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്സ്, നമ്മുടെ കുറേ കപ്സ് ഞാൻ തരും. അത് വെച്ച് നമുക്ക് കൊട്ടാരം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഈ ദാറ്റ് ഇസ് കാസിൽ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഈ കാസിൽ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേര് കാസിൽ ഉണ്ടാക്കും. ആൻഡ് മറ്റേ ടീമിൻ്റെ 3ാമത്തെ ഒരാൾ വന്നിട്ട് അവർക്ക് നമ്മൾ 5 കപ്സ് കൊടുക്കും. ഈ കാസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, അതിനെ പൊട്ടിക്കാൻ. അപ്പോൾ എറിഞ്ഞ് പൊട്ടിക്കാം, ഊതി പൊട്ടിക്കാം, അടുത്ത് വരാൻ പാടില്ല, ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട്. ഓക്കെ, കപ്പ് പോയാൽ പോയി, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ സ്മാർട്ട്നെസ്സിലിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ ഗെയിം. അപ്പം നമുക്ക് ഫസ്റ്റ് ആരാണ് തുടങ്ങുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ചെയ്യണം, എനിക്ക് വയ്യ. എന്നാ പിന്നെ മയൂര തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോട്ടെ അല്ലേ? മയൂര വെച്ച് നമുക്ക് അല്ല, സെയിം ടൈം അല്ല, ഓരോന്നായിട്ട് ചെയ്യാം. ആണോ? എന്നാ നമുക്കൊരു പ്രശ്നമില്ല അല്ലേ? നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഓൾ റൈറ്റ്. ഇവിടെ ഉണ്ട് ക്യാപ്റ്റൻ. ഞാൻ പ്രോപ്പർട്ടീസ്. ഇത് നമ്മുടെ പ്രോപ്പർട്ടി. ഞാൻ സിമി വേൾഡ് പൊട്ടിക്കാൻ ആഗ്രഹമുണ്ടോ മറ്റേ ടീമിന്റെ കൊട്ടാരം? അല്ല, നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. ആരാണ്? ഏതെങ്കിലും ഒരാള് അതിൽ ചെയ്യണം. എന്നാ പിന്നെ ഞാനെ പൊട്ടിക്കാം. യു വോണ്ട് ബ്രേക്ക്? അയ്യോ, ഇനിയിപ്പോ എനിക്ക് ഉന്നം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കാട്ടോ. ഡിസ്കസ് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? അപ്പൊ ഫിൻലാൻഡ് പോകാൻ പ്രൊട്ടക്ഷൻ ഏറ്റവും താഴെ 4, 5, എനിക്ക് അത്രയും 3, 2, 1. അത് നമുക്ക് ഇവരുടെ അടുത്തും പറയാം, സെയിം കൗണ്ട് എടുക്കാൻ. ഓക്കെ, അത് ഞാൻ പറയാം. അനൗൺസ് അല്ല, ബിക്കോസ് പിന്നെ ഫുള്ളും എടുക്കേണ്ടി വരും. ഓക്കെ, ഫുൾ ഓൾ ദ ഗ്ലാസസ് യൂസ് ചെയ്യണേ. ഫുൾ എല്ലാ ഗ്ലാസസ് യൂസ് ചെയ്യാം. നിങ്ങൾ കൗണ്ട് ചെയ്തോളൂ എത്ര. ഓക്കെ, സോ നമ്മളുടെ പാർട്ടിസിപ്പൻസ് റെഡിയാണ്, പ്രോപ്സ് റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. പക്ഷെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം? നമ്മളിപ്പോ 1 മിനിറ്റിനല്ലേ ഈ ഗെയിം ചെയ്യുന്നത്. അപ്പൊ ആരാണ് ടൈം നോക്കുക? ടൈം നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരാളെ റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നൺ അദർ ദാൻ നമ്മളുടെ ക്രിസ്മസ് സാന്റ ക്ലോസ്. പ്ലീസ് വെൽക്കം ഹിം. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Welcome Santa. അപ്പൊ സാന്റയ്ക്ക് ഇവിടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ, കളർ കാണിക്കില്ല. നമുക്ക് ഒരു ഇവിടെ പാർഷ്യാലിറ്റി ഒന്നും നടക്കില്ല. സോ ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മൾ ഗെയിം ചെയ്യുമ്പോൾ 1 മിനിറ്റിന്റെ ടാസ്ക് ആണ് ഈച്ച് ടീം ചെയ്യാൻ പോകുന്നത്. സോ സാന്റ നമ്മളൊരു ചെറിയ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് ആയ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സിഗ്നൽ കാണിക്കണം. എന്ത് സിഗ്നൽ കാണിക്കും?
ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ നമ്മുടെ ഗെയിം അതോടുകൂടെ നമ്മൾ നിർത്തും. ദാറ്റ് ഇസ് ദ പ്ലാൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. Okay, അപ്പൊ ആദ്യമായി തന്നെ നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് ആര്യ ആൻഡ് സിമി മോൾ. എന്റെ ടീം ആര്യ ആൻഡ് സിമി മോൾ. ആര്യയുടെ ടീമിത്തെ ഞാനും സിമി മോളും ആണ്. പക്ഷേ ആര്യയുടെ ടീമാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോകുന്നത്. ആൻഡ് മയൂര ഇസ് ഗോയിങ് ടു ഡിസ്ട്രോയ് ദ കാസിൽ, റൈറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോ നിങ്ങൾ പൊസിഷൻ എടുത്തോളൂ. സാന്റാക്ലോസ് ഇങ്ങനെ ബെൽ റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. മണി ബെല്ല് അടിച്ചാൽ സ്റ്റാർട്ട് ചെയ്യും അവര്. Ready? I have to also be there. Okay, come on. Started. Yes. മയൂര പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അവിടെ നിന്നിട്ട് ചെയ്യണം. ഇപ്പൊ അത് അവിടെ നിന്നിട്ട് ചെയ്യണം. തുടങ്ങട്ടെ. ഇപ്പോഴാണ് 1 മിനിറ്റ് ആയിരിക്കുന്നത്. 1 മിനിറ്റിനുള്ളിൽ തന്നെ. സാന്റ സ്ലോ അല്ല, ടൈം അങ്ങനെയാണ് കുട്ടി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഓൾ റൈറ്റ്, അപ്പൊ നമ്മളുടെ കപ്സ് എടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് ഇനി നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് 5 കപ്സ് തരും. 5 കപ്സ്. 5 cups. എക്സ്ട്രാ 5 കപ്സ്. ഇതന്നെ നിങ്ങൾക്ക് എടുക്കാം. 4. This is 4. 4. Yeah, one more cup you need. ഞാൻ അതേ പൊസിഷനിൽ പോവാം. യു ഓൾ ക്യാൻ സിറ്റ് ഇൻ യുവർ ഓക്കെ. അവിടെ തന്നെ നിൽക്കൂ. ഓക്കെ, സോ ആദ്യത്തെ ടീം ഓൾറെഡി ചെയ്തു 1 മിനിറ്റിന്റെ ഉള്ളിൽ. ദാറ്റ് ഇസ് നമ്മളുടെ ടീം. ഇനി നമുക്ക് നോക്കാം ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ സാന്റ ടു റിംഗ് ദ ബെൽ. എന്നിട്ട് നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മളാണ് കുറച്ചും കൂടെ നേരത്തെ ചെയ്തത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും സ്ഥലത്തോട്ട് പോയി ഇരിക്കും. എന്നിട്ട് ഞാൻ സാന്റയോട് ചോദിക്കാം. ഓൾ റൈറ്റ്, അപ്പൊ എങ്ങനെയൊക്കെയോ അടിയൊന്നും ആവാതെ ഇവിടെ നമ്മുടെ ആ ടാസ്ക് തീർന്നിരിക്കുകയാണ്. അതെ, അതന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അല്ലല്ല, ഞങ്ങൾ സ്ട്രാറ്റജി ഞാനൊരു കാര്യം ചെയ്യാം. സാന്റയോട് ചോദിക്കാം ആരാണ് ആദ്യം ചെയ്തത് എന്ന് ഞാൻ ചോദിക്കാം. ഓക്കെ, സാന്റ ടീം നമ്പർ 1 ആണോ ആദ്യം ചെയ്തത്? അല്ല. ഓക്കെ, വെയിറ്റ്, ടീം നമ്പർ 2 ആണോ ആദ്യം ചെയ്തത്? അപ്പൊ പിന്നെ ആരാണ് ആദ്യം ചെയ്തത്? സാന്റയാണ് ആദ്യം ചെയ്തത്. അപ്പൊ ഏതായാലും സാന്റയോട് ഞാൻ ആർഗ്യുമെന്റ്സ് ചെയ്യുന്നില്ല. സാന്റയോട് എനിക്ക് ആർഗ്യുമെന്റ്സ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാന്റ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൊടുക്കാം അല്ലെ? ഓൾ റൈറ്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചാലഞ്ച് കൂടെ എന്റെ അടുത്ത് റെഡിയാണ്. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്ക് അറിയാനുള്ളത്, ഇപ്പൊ നമ്മൾ ഓഫ് കോഴ്സ് ക്രിസ്മസ് കേക്കിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇരുന്നിരിക്കുന്നത്. സോ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഈ ഒത്തന്റിക് ആയിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെ ക്രിസ്മസ് ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ഡിഷസ്. അപ്പൊ അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിലൊരു വലിയ ക്ലാരിറ്റി ഇല്ല, ചെറുതായിട്ടൊക്കെ അറിയാന്നുള്ളൂ. അപ്പൊ സിമിക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. എനിക്കില്ല, ഇപ്പൊ ഞാൻ കോട്ടയത്ത് എല്ലാവരും പല സ്ഥലത്തുനിന്നല്ല, ഓരോ സ്ഥലത്തിനും അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ എന്നാലും ഒത്തന്റിക് ആയിട്ടുള്ള അപ്പം ഞങ്ങള് രാവിലെ നല്ല അപ്പം
പൂ പോലത്തെ അപ്പം, അതിന്റെ കൂടെ ഡക്ക് റോസ്റ്റ് അല്ലെങ്കിൽ ഡക്ക് മപ്പാസ്. ഇത് പറയുമ്പോ പിന്നെ പിന്നെ അതിന്റെ കൂടെ തന്നെ ഉള്ള കാര്യമാണ് ഈ പിടിയും കോഴി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് ആ സമയത്ത് കഴിക്കുന്നതാണ്. പിന്നെ നല്ല ബീഫും നല്ല ചോറും കുറച്ച് മോരുകറിയും കുറച്ച് ക്യാബേജ് ഒരു പപ്പടമൊക്കെ വെച്ച് ചോറൊക്കെ കഴിക്കാം. പിന്നെന്താണ് വൈകുന്നേരം പലഹാരത്തിന് മീനും വൈകുന്നേരം എത്തിയിട്ടില്ല, ഉച്ച കഴിഞ്ഞിട്ടില്ല. നമ്മൾ എപ്പോ വേണമെങ്കിലും ഇത് കഴിച്ചു. ദിവസം മുഴുവൻ കഴിക്കാം. മെയിൻ എന്നാന്ന് വെച്ചാൽ ക്രിസ്മസ് വരുന്നതിന് കുറേ നാള് മുന്നേ വീടുകളിലൊക്കെ നല്ല പ്ലം കേക്ക് ഉണ്ടാക്കും. പ്ലം കേക്ക് എനിക്കറിയാം. ഓതന്റിക് ആയിട്ട് അങ്ങനെ തന്നെയാണ് ഗ്രേപ്സിന്റെ ഇതൊക്കെ എടുത്ത് വെച്ചും പല ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത്. വൈൻ കുടിക്കുന്ന പ്രത്യേകത ക്രിസ്മസിന് അത് ഡിപെൻഡ്സ് ഓൺ ആൾക്കാരുടെ ചോയ്സ് ഓഫ് ജസ്റ്റ് ഡ്രിങ്ക്. അപ്പൊ അത് കഴിഞ്ഞ് പലഹാരത്തിലേക്ക് കിടക്കും. ലഞ്ച് കഴിഞ്ഞ് പലഹാരത്തിലേക്ക് കിടക്കും. പലഹാരമാണല്ലോ കേക്ക്. കേക്ക്, പ്ലം കേക്ക്. അത് കഴിഞ്ഞ പിന്നെ ഡിന്നർ, സപ്പർ, ഡിന്നർ. ഇതിനകത്തുള്ള ബാക്കി രാവിലെ ഉണ്ടാക്കിയതിന്റെ ബാക്കി അത് കഴിക്കുക. അത് തന്നെ. അപ്പൊ ഈ കഴിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും അപ്പൊ സ്വാഗതം. ഏതെങ്കിലും അടുത്തുള്ള ഹോട്ടലുകാർക്ക് പണിയാവും. ഓൾറൈറ്റ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഡിഷസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്കും വായിലൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെക്കൻഡ് ചാലഞ്ച് റെഡിയാണ്. ഞാൻ അതിന്റെ പ്രോപ്സ് ഒക്കെ ഒന്ന് ഒരുക്കട്ടെ, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ചാലഞ്ച് പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഗെയിം കഴിഞ്ഞു. ആദ്യത്തെ ഗെയിമിൽ വിജയിച്ചിരിക്കുന്നത് ആരാണ്? സാന്റാ ക്ലോസ് ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം പെട്ടെന്ന്. അപ്പൊ ഈ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതിനുള്ള പ്രോപ്പർട്ടീസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് തരാം. സോ പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ ടീമിന് ഇതാ A4 ഷീറ്റ്, ആൻഡ് നിങ്ങളുടെ ടീമിന് ആൻഡ് ഒരു പെന്ന്. ഓക്കെ, സോ എൻ്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ഗോട്ട് 2 pictures. ഓക്കെ, ഈ പിക്ചേഴ്സ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ജോമെട്രിക്കൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, ലൈൻ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. ഓക്കെ, സർക്കിൾ ആൻഡ് ഓൾ. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമ്മൾ മൂന്ന് ആൾക്കാരുണ്ട് ഓരോ ടീമിൽ. സോ 2 people ഹാവ് ടു ഇന്റർപ്രറ്റ് എന്താണ് മൂന്നാമത്തെ ആളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഫിഗർ എന്താണെന്നുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് എ ഹൗസ്, യു കനോട്ട് സേ ഇതൊരു വീടാണ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആ ഹൗസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഷേപ്സാണ് കാണുന്നത് അത് ഇവിടെ വരയ്ക്കൂ, ലെഫ്റ്റിൽ വരയ്ക്കൂ, റൈറ്റിൽ വരയ്ക്കൂ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ ഇഫ് ഇറ്റ്സ് എ പേഴ്സൺ, അത് നിങ്ങൾ അങ്ങനെ യു കനോട്ട് സേ വാട്ട് ഇറ്റ് ഇസ്, അങ്ങനെ ആ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് റൂൾ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ദ തേർഡ് പേഴ്സൺ ഹൂസ് ടെലിംഗ് യു എന്താണ് വരയ്ക്കേണ്ടത്, അവര് നോക്കുന്നില്ല നിങ്ങൾ എന്താ വരയ്ക്കുന്നത് എന്നുള്ളത്. അത് മൊത്തം എക്സ്പ്ലെയിനു ശേഷം എല്ലാം റെഡി ആയതിനു ശേഷം സാന്റാക്ലോസ് മണി അടിക്കുന്നു ആൻഡ് നമ്മൾ ഇവിടെ ടൈം നിർത്തുന്നു. 1 minute ഉണ്ട്. ഓക്കെ, 1 minute ഉള്ളിൽ ഇൻ കേസ് 1 minute ഉള്ളിൽ നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ നോട്ട് അലൗഡ് ടു സേ നിങ്ങൾ എന്താ വരച്ചിരിക്കുന്നത്. നിങ്ങൾ അതിപ്പോ സപ്പോസ് പറഞ്ഞു ഇതാണല്ലേ വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിസ്ക്വാളിഫൈഡ്. അല്ല, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. നോ, ഒന്നും നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ഓക്കെ, ഡിസ്ക്രൈബ് ചെയ്യുന്ന ആള് പറയും, നിങ്ങൾ ഒന്നും തമ്മിൽ സംസാരിച്ചോളൂ, പക്ഷെ തേർഡ് ആളിന് ഒന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ 1 minute നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് യു ഫീൽ യുവർ ഡൺ, ദെൻ യു ക്യാൻ ടെൽ ഓക്കെ നമ്മളുടെ റെഡിയായി, ദെൻ വിൽ കമ്പയർ. എന്നിട്ട് എത്ര സിമിലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത് ഏത് ടീം, അവരാണ് വിന്നർ. ഓക്കെ, ഫെയർ ആൻഡ് സ്ക്വയർ. ഓൾ റൈറ്റ്. അപ്പൊ നമ്മുടെ ടീമിൽ ഐ തിങ്ക് ഞാൻ ഐ വിൽ ഡിസ്ക്രൈബ് അല്ലേ? ഓക്കെ അല്ലേ ആര്യ? വാട്ട് യു തിങ്ക്? സിൻസ് യു ആർ ദ ക്യാപ്റ്റൻ, നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യും. ഓക്കെ, ഫൈൻ. ഓൾ റൈറ്റ്. അപ്പൊ നിങ്ങളുടെ ടീമിൽ ആരാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്? അശ്വതിയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ വളരെ റാൻഡം ആയിട്ടാണ് പിക്ചർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്, വളരെ റാൻഡം ആയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ടീം വെച്ച് തുടങ്ങാം. ഓക്കെ, ഓക്കെ, എൻ്റെ കയ്യിൽ പിക്ചർ ഉണ്ട്, ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഞാൻ നോക്കുന്നില്ലേ? ഓൾറൈറ്റ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇപ്പൊ ബെല്ലടിക്കും. ഓക്കെ, ടൈം സ്റ്റാർട്ട് ആയി. ഓക്കെ, ഒരു ഹെക്സഗൺ വരയ്ക്കൂ. ഓക്കെ, എന്നിട്ട് ഹെക്സഗണിന്റെ എവറി കോർണറിൽ നിന്ന് ഓരോ ലൈൻ വരയ്ക്കൂ. ഓക്കെ, ഓരോ ലൈൻ വരച്ച് നീട്ടി വരയ്ക്കുക പുറത്തേക്ക്. എന്നിട്ട് ആ ഓരോ ലൈനിന്റെ ടിപ്പിലും ഓരോ ഹെക്സഗൺ വരയ്ക്കൂ.
അപ്പോൾ മൊത്തത്തില് ഈ ടിപ്പിൽ വരയ്ക്കുമ്പോൾ 6 ഹെക്സഗൺസ് ആവും. ഓക്കെ 6. ഓക്കെ, ഈ ഹെക്സഗൺസ് വരച്ചിട്ടില്ലേ, ഇനി ആ ഹെക്സഗന്റെ ഒരു ലൈനിൽ നിന്ന് കണക്റ്റഡ് ആണല്ലോ എവറി ഹെക്സഗൺ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിൽ നിന്ന് ഓരോ ലൈൻ പുറത്തേക്ക് വലിച്ച് കുറച്ച് ഡ്രോ ചെയ്യൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ ഓക്കെ നമുക്ക് കമ്പയർ ചെയ്യാലോ. 8 കളിയാണോ ഉദ്ദേശിച്ചത്? സ്നോഫ്ലേക്ക് ആക്ച്വലി പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞില്ല. 1 മിനിറ്റ് കഴിഞ്ഞ സാന്റ സത്യമായിട്ടും ഈ ആദ്യം സാന്റയ്ക്ക് വല്ലതും കൊടുത്തോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ എത്ര സിമിലർ ആണെന്നുള്ളത് പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും പ്ലീസ്. ഒട്ടും സിമിലർ അല്ല. ആണ്, സിമിലർ ആണ്, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം. കാർബൺ കമ്പൗണ്ട്. ഓക്കെ, അപ്പൊ എന്ത് കാർബൺ കമ്പൗണ്ട്. ഓക്കെ, ഇനി അടുത്തത് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞത്? ഓക്കെ, അപ്പോ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വരും, എന്നിട്ട് ഞാൻ പിക്ചർ അങ്ങോട്ട് കൊടുക്കാം. അല്ല, ഇവർ രണ്ടാളും നമ്മളുടെ ടീം ഇരുന്നോളൂ. സെറ്റ് യു സെറ്റ് സെമി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ഇത്ര എളുപ്പമായി പോയല്ലോ. ഓക്കെ, ആദ്യം സ്മോൾ സർക്കിൾ അറ്റ് ദ ടോപ്പ് ഡ്രോ, സ്മോൾ സർക്കിൾ, അതിന്ന് ജോയിൻ ചെയ്ത ഒരു ട്രയാങ്കിൾ. ഓക്കെ, അതിന്റെ താഴെ ഒരു റെക്ടാങ്കിൾ, നോട്ട് എ ബിഗ് വൺ, സ്മോൾ റെക്ടാങ്കിൾ, പക്ഷെ ലെങ്ത് വൈസ് ആക്കിയിട്ട്. ഓക്കെ, അതിന്റെ താഴെ ഒരു സ്ക്വയർ. ഓക്കെ, ആ സ്ക്വയറിന്റെ ഉള്ളില് സർക്കിൾ, 2 സർക്കിൾ അറ്റ് ദ ടോപ്പ്, ആ സ്ക്വയറിന്റെ ഉള്ളില്. ഓക്കെ, അതിന്റെ നടുക്ക് റെക്ടാങ്കിൾ, അഗെയിൻ ഡൗൺ റെക്ടാങ്കിൾ. ഓക്കെ, ചോദിക്കാൻ പാടില്ല. ഡയറക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ചാൻസും കൂടെ കൊടുക്കാം, പാവങ്ങളല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താഴെ ട്രയാങ്കിൾ ഡ്രോ ദ അതർ വേ റൗണ്ട്. ആ സ്ക്വയറിന്റെ താഴെയായിട്ട് ട്രയാങ്കിൾ അതർ വേ റൗണ്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, ട്രയാങ്കിൾ അതർ വേ റൗണ്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഈ ട്രയാങ്കിൾ ഡ്രോ ചെയ്തത് മേക്ക് ഇറ്റ് ഇൻസൈഡ് എ ബിഗ് ബോക്സ്. ഓക്കെ, ബിഗ് സ്ക്വയർ ആക്ച്വലി. ട്രയാങ്കിൾ അല്ല ഞാൻ പറഞ്ഞത്. ടൈം കഴിഞ്ഞു എന്താണ് ഇത് വരച്ച് വെച്ചിരിക്കുന്നത് നോക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞതല്ല, ഒരു സ്ക്വയറിന്റെ അകത്തല്ലേ കണ്ണ് പറഞ്ഞത്. സ്ക്വയറിന്റെ അകത്താണ് കണ്ണുണ്ടാക്കിയിരിക്കുന്നത്. എവിടെയാണ് കണ്ണ്? എവിടെ? വയറിലാണോ കണ്ണുള്ളത് സാന്റക്ലോസ്? ഈ റെക്ടാങ്കിൾ ചെറുത്. ആ പിക്ചർ ഒരു മിനിറ്റ്. വട്ടമുണ്ട്, തൊപ്പിയുണ്ട്, അവിടെ താഴെ ഒരു ഇതുണ്ട്, മുഖത്തിന് തൊപ്പിയുടെ വട്ടത്തിന് മുഖത്തിനെക്കാട്ടിലും വലിപ്പമുണ്ടല്ലോ. നമ്മൾ ഉദ്ദേശിച്ച പിക്ചർ അല്ല ഇതല്ല. ഓഫ് കോഴ്സ് നിങ്ങളും കൂടെ ഒരു സിമിലാരിറ്റി ഇല്ല. ഓ, എനിക്ക് വയ്യ, ദൈവമേ എന്താണിത്. ഓക്കെ, ജോമെട്രിക്കൽ സിമ്പിൾസ് അറിഞ്ഞൂടാ. എന്ത് സ്നോഫ്ലേക്ക് എത്രയും അല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസും തന്നു ബിക്കോസ് നിങ്ങള് ഡൗട്ട് ചോദിച്ചു. ഓക്കെ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് എന്താ വെച്ചാൽ സ്നോഫ്ലേക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. അപ്പൊ ഏതായാലും നമുക്ക് സാന്റ അടിച്ചു വെക്കാം. ഓക്കെ, സാന്റ ഇതില് ഫസ്റ്റ് ടീമാണോ ജയിച്ചത്? അല്ല സാന്റ, നോ സാന്റ, ഫസ്റ്റ് ടീമാണോ? ഫസ്റ്റ് ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയട്ടെ, ഈ ഷേപ്പ് ഏത് ഷേപ്പ് ആർക്കാ കൊടുക്കേണ്ടത്? നമ്മുടെ വളരെ അറിയപ്പെടുന്ന സൽസ്വഭാവിയായ ഹാൻസമായ ദീപക്കാണ് ഡിസൈഡ് ചെയ്തത്. ഓക്കെ, അല്ല, ആണ് ഹാൻസം ആണ്, അതുകൊണ്ട് അതങ്ങനെയല്ല. ഞാൻ ആരും ആ ഒരു രീതിയിൽ നോക്കാറില്ല, അതുകൊണ്ടാണ്. ഏതായാലും ഡിസിഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ടീം നമ്പർ 1 ഹാസ്
1. എല്ലാവരും ഒന്ന് കൈയടി കൊടുത്തേ പ്ലീസ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഈ ഒരു സ്വീറ്റ് ബിറ്റർ വാറിനെ ഒരു സ്വീറ്റ് എൻഡിങ് കൊടുക്കാം. ആ എൻഡിങ് നമ്മൾ എങ്ങനെയാ കൊടുക്കുന്നത്? കേക്ക് ഇല്ലാതെ ഒരു ക്രിസ്മസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളുടെ കേക്ക് പോരട്ടെ, നമുക്ക് ക്രിസ്മസ് കേക്ക് ഒക്കെ മുറിച്ചിട്ട് വേണം ഈ ഒരു സെലിബ്രേഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഓൾറൈറ്റ്. അപ്പൊ നമുക്കിനി ഒരു പ്രാവശ്യം കൂടെ ഒരു ഉഗ്രൻ വിഷ് ഫോർ എവ്രിബഡി